വെൽക്കം ബാക്ക് ടു സോഷ്യോ ബാച്ച് നമ്പർ 1 പാർട്ട് 2. നമ്മൾ 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ ക്ലൈമറ്റ് റീജിയൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ ക്ലൈമറ്റ് റീജിയൻ എന്താണെന്ന് നോക്കി. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൈമറ്റ് റീജിയൻസ്, 8 പ്രധാനപ്പെട്ട ക്ലൈമറ്റ് റീജിയനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഇക്വേറ്റർ ക്ലൈമറ്റ് റീജിയൻസ് നമ്മൾ നോക്കിയായിരുന്നു. ദെൻ മൺസൂൺ ക്ലൈമറ്റ് റീജിയൻ. മൺസൂൺ ക്ലൈമറ്റ് റീജിയൻസും നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താണ് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട ക്ലൈമറ്റ് റീജിയനും. ഒന്ന് ഇക്വേറ്റർ ക്ലൈമറ്റ് റീജിയനും, രണ്ടാമത്തത് മൺസൂൺ ക്ലൈമറ്റ് റീജിയനും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സാവന്ന ക്ലൈമറ്റ് റീജിയനും ആൻഡ് ദെൻ ഹോട്ട് ഡെസേർട്ട് ക്ലൈമറ്റ് റീജിയനും. അപ്പോൾ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ് ട്രോപ്പിക്കൽ റീജിയനും ഇക്വേറ്റർ റീജിയൻസിനും ഇടയിൽ വരുന്ന, അതായത് ഉപോഷ്ണ മേഖലയിലും അതുപോലെ തന്നെ നമ്മുടെ മധ്യരേഖ അല്ലെങ്കിൽ ഭൂമധ്യരേഖ പ്രദേശത്തുള്ള അതിനിടയിൽ വരുന്ന രണ്ട് ക്ലൈമറ്റ് റീജിയനാണ്. അപ്പോൾ ഇതും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാലാവസ്ഥ മേഖലകളാണ്. അതിനു മുമ്പായിട്ട് കഴിഞ്ഞ പാർട്ട് ഫസ്റ്റിൽ ഇക്വേറ്റർ ക്ലൈമറ്റ് റീജിയൻ്റെ പെർട്ടിക്കുലാരിറ്റി, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നോക്കി. 10 ഡിഗ്രി നോർത്തിനും 10 ഡിഗ്രി സൗത്തിനും ഇടയിൽ വരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ക്ലൈമറ്റ് എന്നറിയപ്പെടുന്ന ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. അതുപോലെ തന്നെ ഹൈ റെയിൻഫാൾ ആണ്. അതുപോലെ തന്നെ എയർ കൺവെൻഷൻസ് വളരെയധികം കൂടുതലാണ്. അതായത് സംവഹനം, നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് എന്താണ് എയർ കൺവെൻഷൻ എന്ന്. രണ്ടാമതായിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ എയർ കൺവെൻഷൻ കൂടുതലായതുകൊണ്ട് തന്നെ മഴയുടെ സാന്നിധ്യം വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഓഫ്കോഴ്സ് എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്, നിത്യഹരിത മനോഹരമായിട്ടുള്ള എന്താണ് കാടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ദെൻ നമ്മൾ രണ്ടാമതായിട്ട് നോക്കിയത് മൺസൂൺ ക്ലൈമറ്റ് റീജിയൻ ആണ്. അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കി. ഒരു സീസണൽ റിവേഴ്സ് വിൻഡ് സിസ്റ്റമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഏതാണോ അതിൻ്റെ ഓരോ സീസൺ അനുസരിച്ച് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വിൻഡിൻ്റെ ഡയറക്ഷൻസ് അനുസരിച്ച്, ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഭൂമിയിലെ ചില റീജിയൻസുകളിൽ, എല്ലാ റീജിയൻസുകളിലും കാറ്റുകൾ വീശുന്നുണ്ട്. പക്ഷേ മൺസൂൺ എന്ന് പറയുന്നത് എൻറ്റയർ ഡിഫറെൻ്റ് ആണ്. കടലിൽ സാന്നിധ്യം കൂടുതലുള്ള, ലാൻഡിൽ ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് ഇതിൻ്റെ റിഫ്ലക്ഷൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വിൻഡ് ബ്ലോ ഫ്രം ടു സീ ടു ലാൻഡ് സമ്മർ സീസണും, അതേപോലെ തന്നെ വിൻ്റർ ശൈത്യ കാലാവസ്ഥയിൽ ലാൻഡിൽ നിന്ന് സീലോട്ടും കടലുകൾ കാറ്റുകൾ വീശുന്നു. അതിനെ നമ്മൾ മൺസൂൺ ക്ലൈമറ്റ് റീജിയൻ എന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അടുത്ത രണ്ട് പ്രധാനപ്പെട്ട ക്ലൈമറ്റ് റീജിയനാണ്. ഒന്ന് സാവന്ന ക്ലൈമറ്റ് റീജിയനും അതേപോലെ തന്നെയാണ് ഹോട്ട് ഡെസേർട്ട് റീജിയനും. രണ്ടും വളരെ എളുപ്പമാണ്. നമ്മൾ നേരത്തെ പഠിച്ചതുപോലുള്ള രണ്ട് ക്ലൈമറ്റ് റീജിയൻസിനെ കുറിച്ചുള്ളത് പോലെ തന്നെ വളരെ എളുപ്പമായിട്ടുള്ള രണ്ട് ക്ലൈമറ്റ് റീജിയനാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഈ ക്ലൈമറ്റ് റീജിയൻസിനെ കുറിച്ച് നമ്മൾ ടെസ്റ്റിൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ പോയിന്റ് ബേസ് ആയിട്ടുള്ള നോട്ട്സും കൂടെ ഒന്ന് റെഫർ ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും. ഇതിൻ്റെ മലയാളം റെഫർ നോട്ട് അല്ലെങ്കിൽ ഇതേപോലുള്ള PPT പോലുള്ള അല്ലെങ്കിൽ ഇതേപോലുള്ള പോയിന്റ് ബേസ് ആയിട്ടുള്ളതും ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സാവന്ന ക്ലൈമറ്റ് റീജിയൻസിൻ്റെ പ്രധാനമായിട്ട് വരുന്ന ലൊക്കേഷൻസാണ് നമുക്ക് ആദ്യം ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടത്. കാരണം ഇതൊക്കെ നമുക്ക് എക്സാമിനേഷന് മാപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ മാപ്പിൻ്റെ ലൊക്കേഷൻസ് നന്നായിട്ട് അത് നമ്മൾ ബൈഹാർട്ട് ചെയ്തിരിക്കണം. അതിൻ്റെ പേരുകൾ, ഇപ്പോൾ ലീനോസ് ആയാലും ക്യാമ്പോസ് ആയാലും സാവന്ന റീജിയൻസ് ആയാലും ഓസ്ട്രേലിയയിൽ അടങ്ങിയിരിക്കുന്ന ഗ്രാസ് ലാൻഡ് ആയാലും ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് നല്ലൊരു ബോധം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ട് ഇതിൻ്റെ ലൊക്കേഷൻസ് വരുന്നത് ഇതാണ് 0 ഡിഗ്രി ഇക്വേറ്റർ റീജിയൻസ്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ചില ആളുകൾക്കെങ്കിലും ചില കൺഫ്യൂഷൻ ഉണ്ടാവും. 23.5 ഡിഗ്രി നോർത്ത് എന്താണെന്ന് ഒരു ഡൗട്ട് ഉണ്ടാവാം, അല്ലേ? 23.5 ഡിഗ്രി. കാരണം ഈ സാവന്ന ക്ലൈമറ്റ് റീജിയൻസിൻ്റെ ലൊക്കേഷൻസ് 23.5 ഡിഗ്രിക്കും തൊട്ട് താഴെയായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടായിരിക്കുമല്ലോ, ഇതിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് ഇതിന് ടച്ച് ചെയ്ത് പോയിട്ടില്ല, തൊട്ട് താഴെയാണ്. അതുകൊണ്ട് തന്നെ 23.5 ഡിഗ്രി നോർത്ത് എന്ന് കൊടുത്തിരിക്കുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സൂര്യപ്രകാശം നമുക്ക് ഏറ്റവും കൂടുതൽ വന്ന് പതിക്കുന്ന സ്ഥലമാണ് ഇക്വേറ്റർ റീജിയൻസ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ സൂര്യപ്രകാശം മുകളിലേക്ക് പോകുന്തോറും നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ തന്നെ എയർ കൺവെൻഷൻസ് മുകളിലോട്ട് പോകുന്തോറും തന്നെ എന്ത് ചെയ്യുന്നു? എയർ തണുക്കുന്നു. അങ്ങനെ അവിടെ വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻസേഷനും അതേപോലെ തന്നെ പ്രസിപ്പിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകുന്നു. അങ്ങനെ അതേപോലെ തന്നെ കോൾഡ് റീജിയൻസുകളൊക്കെ ഇവിടെ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ളതാണ് ഈ മുകളിലോട്ട് പോകുമ്പോൾ. എന്നാൽ സൂര്യപ്രകാശം നമുക്ക് ഡയറക്റ്റായിട്ട് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കിട്ടുന്ന ഒരു പ്ലേസാണ് 0 ഡിഗ്രി. അതേപോലെ തന്നെയാണ് സൂര്യൻ പ്രകാശത്തിൻ്റെ സാന്നിധ്യം ഒരേപോലെ ഉള്ള ഒരു റീജിയനും കൂടിയാണ് 23.5 ഡിഗ്രി നോർത്ത് എന്നറിയപ്പെടുന്നത്. ദാറ്റ് മീൻസ് ഒരു ബോർഡർ പ്ലേസ് ഓഫ് സൺറൈസേഴ്സ്. സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ബോർഡർ പ്ലേസാണ്, ഒരു അതിർത്തി വരെയാണ് 23.5 ഡിഗ്രി എന്നറിയപ്പെടുന്നത്. ഒരു അതിർത്തി വരെയാണ് 23.5 ഡിഗ്രി. അതുകൊണ്ടാണ് ആ 23.5 ഡിഗ്രി അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു ഡൗട്ട് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ
അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. 23 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം ഇവിടെ വന്ന് പതിക്കുന്ന ഒരു സ്ഥലമാണ് 0 ഡിഗ്രി എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ സൂര്യപ്രകാശം വന്ന് പതിക്കുന്ന ഒരു സ്ഥലവും കൂടെയാണ് 23 ഡിഗ്രി. ഇതിന് മുകളിലോട്ട് പോകുന്തോറും സൂര്യൻ്റെ താപം അത് കുറഞ്ഞ് എന്ത് ചെയ്യും വരുന്നു. ഓക്കെ ആണല്ലോ. എന്നാൽ സാവന ക്ലൈമറ്റ് റീജൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇക്വേറ്ററിൽ നിന്നും 10 ഡിഗ്രി ടു 30 ഡിഗ്രി 10 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലാണ് എന്ത് വരുന്നത്, ഒരു 10 ഡിഗ്രിക്കും അതുപോലെ തന്നെ 30 ഡിഗ്രി നോർത്ത് സൗത്തിന് ഇടയിലാണ് സാവന ക്ലൈമറ്റ് റീജൻസ്. അപ്പോൾ യൂറോപ്യൻ കോണ്ടിനെൻറ്റിലേക്ക് നമ്മൾ പോയിട്ടില്ല, പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ എല്ലാം എന്താണ്, ഈ ഭാഗം എല്ലാം അടങ്ങുന്നതാണ് ഏതെന്നറിയപ്പെടുന്ന സാവന ക്ലൈമറ്റ് റീജൻസ്. അതായത് നമ്മുടെ സൗത്ത് അമേരിക്ക, ആഫ്രിക്കയുടെ തന്നെ പകുതി ഭാഗം, അതുപോലെ തന്നെ നമ്മുടെ ഓസ്ട്രേലിയ, ഏഷ്യയുടെ തന്നെ കുറച്ച് ഭാഗങ്ങൾ, ഇതെല്ലാം അടങ്ങുന്നതാണ് സാവന്ന ക്ലൈമറ്റ് റീജിയൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ മാപ്പ് നോക്കി അതൊന്ന് മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് എക്സാമിനേഷന് ഇതേ കണക്കിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ മാപ്പ് ക്വസ്റ്റ്യൻസുകളായിട്ട് ചോദിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ വരരുത്. ഓക്കെ ആണല്ലോ. ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ സാവന്ന ക്ലൈമറ്റ് റീജിയൻസ് ഫൗണ്ടഡ് ബിറ്റ്വീൻ 10 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ബോത്ത് ഓഫ് ഹെമിസ്ഫിയർ. സൗത്ത് നോർത്ത് ഭാഗങ്ങളിൽ 10 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിൽ വരുന്ന ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡുകളാണ്. ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖല ഗ്രാസ് ലാൻഡുകൾ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഗ്രാസ് ലാൻഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പുൽപ്രദേശം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള എവർഗ്രീൻ ഫോറസ്റ്റിൻ്റെ മറ്റൊരു രൂപമാണ് ഈ ഗ്രാസ് ലാൻഡ് എന്നറിയപ്പെടുന്നത്. ഒരുപാട് ഉയരമുള്ള മരങ്ങളൊന്നും കാണില്ല. ഫോറസ്റ്റ് റീജൻസ് എന്നറിയപ്പെടുന്ന കമ്പാരിറ്റീവ്ലി കുറച്ച് ഡിഗ്രീസബിൾ ആയിരിക്കും, അതിൻ്റെ ഹൈറ്റ് ആയാലും വെയിറ്റ് ആയാലും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഗ്രാസ് ലാൻഡുകളെയാണ് നമ്മൾ സാവന്ന ക്ലൈമറ്റ് റീജിയൻ. ദീസ് ഗ്രാസ് ലാൻഡ് ആർ നോൺ ആസ് ദ ഡിഫറെൻറ്റ് നെയിം ഇൻ ദ ഡിഫറെൻറ്റ് റീജിയൻസ്. നമ്മളിവിടെ നോക്കുമ്പോൾ സാവന്ന ക്ലൈമറ്റ് റീജിയൻ നമ്മുടെ ആഫ്രിക്ക, അതുപോലെ തന്നെ സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, ഈ റീജൻസിലാണ് നമുക്ക് പൊതുവേ കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം അറിയപ്പെടുന്ന നെയിം ഓരോ സ്ഥലങ്ങളിലും അതിന് ജിയോഗ്രഫിക്ക് ഡിഫറെൻ്റ് ആയ നെയിം ആയിരിക്കും. അതേ കണക്ക് തന്നെയാണ് ഇവിടെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള നെയിമാണ്. അതിനെ ലീനോസുകളെന്നും ക്യാമ്പോസുകളെന്നും, ആഫ്രിക്കയിലോട്ട് വരുമ്പോൾ സാവന്ന എന്നും, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലോട്ട് വരുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു നെയിമിലും എന്ത് ചെയ്യുന്നു, ഇവിടെ കാണപ്പെടുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ റീജൻസുകൾ ഓരോ സ്ഥലങ്ങളിൽ പോകുന്തോറും ഓരോ നെയിംസാണ്. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദ സാവന്ന ക്ലൈമറ്റ് റീജൻസ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ദ സാവന്ന ആഫ്രിക്കൻ ക്യാമ്പോസ്, സൗത്ത് ബ്രസീലീസ് ആൻഡ് ലേനോസ് ആൻഡ് വെനസോല. കണ്ടോ, ബ്രസീലിലെ നമ്മൾ ക്യാമ്പോസുകളെന്നും അതേപോലെ തന്നെയാണ് വെനസോല എന്നറിയപ്പെടുന്നത് ലേനോസുകൾ എന്ന പേരിലും അറിയപ്പെടുന്നു. ഓക്കെ, ഈ ലേനോസ് എന്നറിയപ്പെടുന്ന ഒരു വെനസോലിയൻ നെയിമാണ്, ക്യാമ്പോസുകൾ എന്നറിയപ്പെടുന്ന ബ്രസീലിയൻ നെയിമാണ്. അപ്പോൾ രണ്ടിനും രണ്ട് കൾച്ചറൽ ഒരു ഫെർട്ടാലിറ്റി ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരുകളായിട്ട് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 10 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, 10 ഡിഗ്രിക്ക് 30 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് ഇതിനിടയിൽ സ്ഥിതി ചെയ്യുന്ന 10 ഡിഗ്രിയും 30 ഡിഗ്രി നോർത്ത് സൗത്തിനിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. 23.5 ഡിഗ്രി നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 23 ഡിഗ്രിയിലാണ് സൂര്യപ്രകാശം വരെ എത്തുന്ന സ്ഥലം. ക്ലിയർ ആയിട്ട് 0 ഡിഗ്രിയിൽ കിട്ടുന്നത് പോലെ ഏകദേശവും സൂര്യപ്രകാശം വന്ന് പതിക്കുന്ന സ്ഥലമാണ് 23 ഡിഗ്രി. അതുകൊണ്ട് തന്നെ ബോർഡർ ലാറ്റിറ്റ്യൂഡ് എന്ന പേരിലൊക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അതാണ് എന്നറിയപ്പെടുന്നത് സാവന്ന ക്ലൈമറ്റ് റീജൻസ്. മറ്റ് പ്രത്യേകതകളെക്കുറിച്ച് നോക്കുമ്പോൾ ട്രോപ്പിക്കൽ എന്നറിയപ്പെടുന്ന ഒരു ഗ്രാസ് ലാൻഡാണ്. അതായത് സാവന്ന റീജൻസ് ഒരു ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡാണ്. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ്സുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് വരച്ചിട്ട് അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഓൾറെഡി പോയിന്റ് വൈസ് തരുന്നുണ്ട് എങ്കിലും. പിന്നെ ഓഫ് കോഴ്സ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് സമ്മർ ആയിരിക്കും. ഇവിടെ എന്നറിയപ്പെടുന്ന ചൂടായതുകൊണ്ട് തന്നെ ഹ്യൂമിഡ് സമ്മർ, മഴയുടെ സാന്നിധ്യമൊക്കെ അവിടെ എന്തായാലും ഉണ്ടായിരിക്കും അല്ലേ. ഹ്യൂമിഡ് സമ്മർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആർദ്രത അടങ്ങിയിട്ടുള്ള നമ്മുടെ ഉഷ്ണകാലമാണ്. അത് പക്ഷേ ഇവിടുത്തെ വിൻ്റർ എന്നറിയപ്പെടുന്നത് കുറച്ച് ഡ്രൈ ആയിരിക്കും, വരണ്ട കാലാവസ്ഥയായിരിക്കാം ശൈത്യ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്, അതായത് തണുത്ത കാലാവസ്ഥ. ആവറേജ് ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദ 21 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ദ 32 ഡിഗ്രി സെൽഷ്യസ്. ആവറേജ് ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത് 21 ഡിഗ്രിക്കും 32 ഡിഗ്രിക്കും ഇടയിലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എക്സാമിനേഷൻ എഴുതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ട് മാറിയാലും കുഴപ്പമില്ല. പക്ഷേ മാക്സിമം നിങ്ങൾ അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതാണ് ഈ പോയിന്റ് ബേസ് പഠിച്ചു വെക്കുക എന്ന് പറയുന്നത്. ഇത് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ടത് എഴുതാനായിട്ട് സാധിക്കും. റെയിൻഫോൾ നോക്കുകയാണെങ്കിൽ 25 സെൻറ്റിമീറ്റർ ടു 125 സെൻറ്റിമീറ്റർ, അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മഴ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ ഒരുപാടൊന്നുമല്ല, നമ്മൾ നേരത്തെ പഠിച്ച സ്ഥലങ്ങളിൽ 1000 സെൻറ്റിമീറ്റർ വരെ പറയുന്നുണ്ട്. അപ്പോൾ 125 സെൻറ്റിമീറ്റർ വലിയതാ ഒരു മഴയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് എങ്കിലും നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെയിൻഫാൾ കിട്ടുന്ന ഒരു സ്ഥലവും കൂടിയാണിത്. ആൻഡ് ഇവിടെ ഡിസ്യൂഡിയസ് ട്രീസ് ആൻഡ് ടാൾ ഗ്രാസസ് ആർ ദ ഡോമിനൻറ്റ് ഓഫ് വെജിറ്റേഷൻ ഓഫ് ദിസ് റീജിയൻ. ഇതാണ് പോയിന്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഡിസ്യൂഡിയസ് ട്രീസുകൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലുള്ള നിത്യഹരിത വനങ്ങളുടെ സാന്നിധ്യമൊക്കെ കുറവാണെങ്കിലും ഇലപൊഴിയുന്ന കാടുകളുടെ സാന്നിധ്യം എന്തായാലും കാണുമല്ലോ. കാരണം നമ്മൾ ട്രോപ്പിക്കൽ റീജൻസിൻ്റെ അടുത്ത് വരുന്നതല്ലേ.
അതുകൊണ്ട് തന്നെ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റേഷൻസ് ഈ പ്ലേസിൽ ഓഫ് കോഴ്സ് ഇവിടെ ഉണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡോമിനൻറ്റ് വെജിറ്റേഷൻ ഓഫ് ദിസ് റീജിയൻസ്. ആൻഡ് ഇത് ഡെസർട്ട് റീജിയൻസിൻ്റെ തൊട്ടടുത്താണ്. നമ്മൾ അടുത്തിന് നോക്കാൻ പോകുന്ന ക്ലൈമറ്റ് റീജിയൻസ് ഇതിന് തൊട്ട് മുകളിലുള്ള ഡെസേർട്ട് റീജിയൻ ആണ്. അത് 23 ഡിഗ്രിയും കുറച്ച് മുകളിലോട്ട് പോകും. പക്ഷേ ഒരുപാടൊന്നും പോവില്ല, ഏകദേശം ആ ഒരു ലൈനിൽ ടച്ച് ചെയ്ത് നിൽക്കും. അപ്പോൾ എന്തായാലും ചൂട് സാന്നിധ്യം ഉള്ളിടത്താണല്ലോ ഡെസേർട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയാണ് ഈ പറയുന്ന സെവന റീജിയൻസ്. അപ്പോൾ ഡെസേർട്ട് റീജിയൻസും ആൻഡ് ഷോർട്ട് ബുഷസ് ആൻഡ് ത്രോണി ഫോറസ്റ്റ് ആർ സീൻ. ഇവിടെ പ്രധാനമായിട്ടും ഈ മുൾക്കാടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബുഷസുകൾ എന്നറിയപ്പെടുന്നത് വളരെ ഉയരം കുറഞ്ഞത്, അതുപോലെ തന്നെ മുള്ളുകട അടങ്ങിയിട്ടുമുള്ള കാടുകൾ കാണപ്പെടുന്ന ഒരു സ്ഥലവും കൂടെയാണ് ഈ പറയുന്ന പ്രദേശം. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ ആഫ്രിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളെന്നറിയപ്പെടുന്നത് നമ്മുടെ ഈ ട്രൈബൽസുകളൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് ഹാബിറ്റേഷൻ ചെയ്യുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ നമ്മളത് ബുഷസുകൾ എന്നറിയപ്പെടുന്ന ആ ഒരു വിഭാഗത്തെക്കുറിച്ചൊക്കെ നമ്മൾ താഴോട്ടൊക്കെ നോക്കും. ഇവിടെ നല്ല ഫേവറബിൾ ക്ലൈമറ്റാണ് വൈൽഡ് ലൈഫിന്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഹെർബിവോറസുകൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കാർണിവോറസുകൾ എന്നറിയപ്പെടുന്ന സസ്യഫുക്കുകളും മാംസഫുക്കുകളും അടങ്ങുന്ന സ്ഥലമാണ്. ഹെർബിവോറസ് ആൻഡ് ദ കാർണിവോറസുകൾ എന്നറിയപ്പെടുന്ന സസ്യഫുക്കുകളും ഇപ്പോൾ ഗ്രാസ് ലാൻഡ് അല്ലേ, അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മാംസഫുക്കുകൾ എന്തായാലും അവിടെ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. കാരണം ക്ലൈമറ്റ് റീജിയൻസ് ഏകദേശം അവർക്ക് ഫേവറബിൾ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഹെർബിവോറസുകളും കാർണിവോറസുകളുമായിട്ടുള്ള ഹെർബിവോറസുകൾ എന്നറിയപ്പെടുന്നത് ആനിമൽസ് ലൈക്ക് ജിറാഫ് ആൻഡ് സീബ്ര. ഇവയെ കഴിക്കാനായിട്ട് തന്നെ മാംസഭുക്കുകളായിട്ട് എന്തൊക്കെ ഉണ്ടാവാം? ലയൺ ആൻഡ് ടൈഗർ ആൾസോ ഫൗണ്ടഡ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ലയണും അതുപോലെ തന്നെ ടൈഗർ, സിംഹമായാലും പുലിയായാലും ഇങ്ങനെ തുടങ്ങുന്ന വ്യത്യസ്തമായിട്ടുള്ള കാർണിവോറസുകളായിട്ടുള്ള ആനിമൽസുകളുമുള്ള സ്ഥലമാണ്. ആൻഡ് ഇവിടുത്തെ ഫെർട്ടൈൽ സോയിലാണെങ്കിലും മഴയുടെ സാന്നിധ്യം കുറച്ച് കുറവായതുകൊണ്ട് തന്നെ തൊട്ട് മൂന്നാമത്തെ പാരഗ്രാഫ്, ഈ പാരഗ്രാഫ് ഒന്ന് നിങ്ങൾ നന്നായിട്ട് നോക്കുക. സോയിൽ എന്ന് പറയുന്നത് സാധാരണ നല്ല ഫെർട്ടാലിറ്റി ഉണ്ട്, ഡെഫിനറ്റ്ലി നല്ല ഫെർട്ടാലിറ്റി ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും മഴയുടെ സാന്നിധ്യം ഒരുപാട് അങ്ങില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഡ്രൈ ഫാമിംഗ് സിസ്റ്റമാണ് ഇവർ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഒരു വരണ്ട അഗ്രികൾച്ചർ സിസ്റ്റം, അല്ലെങ്കിൽ വരണ്ട രീതിയിലുള്ള അങ്ങനത്തെ രീതിയിലാണ്. നമ്മൾക്ക് അറിയാം ഈ ഒരുപാട് തരത്തിൽ ജലത്തിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത സ്ഥലങ്ങളിലും അഗ്രികൾച്ചർ നടക്കുന്നുണ്ട്. അതാണ് ഡ്രൈ ഫാമിംഗ് സിസ്റ്റം. അപ്പോൾ ഈ ഡ്രൈ ഫാമിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ കാഷ്യൂ നട്ട്സുകളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ക്രോപ്സുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കൾട്ടിവേറ്റഡ് ചെയ്യാനായിട്ട് പറ്റും. കോഫി, അതുപോലെ തന്നെ തേയില അല്ലേ, ടീ കൾട്ടിവേഷൻ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കൾട്ടിവേഷൻസുകളൊക്കെ ഉള്ള ഒരു സ്ഥലവും കൂടെയാണ് സാവന്ന ക്ലൈമറ്റ് റീജിയൻസ്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ വാട്ടർ അഡോപ്ഷൻസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഡ്രൈ ഫാമിംഗ് സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കൾട്ടിവേഷൻ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളെന്നറിയപ്പെടുന്ന അനിമൽ ഹസ്ബൻഡറി, ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആനിമൽ ഹസ്ബൻഡറി ആൻഡ് അഗ്രികൾച്ചർ ആർ മീൻസ് ഇൻ ലൈവ്ലിഹുഡ്. ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞാൽ മൃഗപരിപാലനവും അഗ്രികൾച്ചറും ഒക്കെ സാധാരണമായിട്ട് ഇവരുടെ ഒരു ജീവിത രീതിയാണ്. കാരണം ട്രൈബൽസുകളായാലും മറ്റ് പ്രദേശവാസികളായാലും കൂടുതൽ ഇൻഡിജിനസ് പീപ്പിൾ ആയിരിക്കും ഇവിടെ താമസിക്കുന്നത് കേട്ടോ. തദ്ദേശവാസികളാണ് കൂടുതലും. പുറത്ത് നിന്ന് ഈ യൂറോപ്പിൻ്റെയൊക്കെ ഇവരെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് യൂറോപ്യൻസുകളുടെയൊക്കെ ഇൻ്റർവെൻഷൻസ് വളരെ കൂടുതലുണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോളനി വൽക്കരണത്തിൻ്റെ ഒരു അടിച്ചമർത്തൽ, അതുപോലെ തന്നെ സ്ലേവറി, ഇങ്ങനെയുള്ള ഒരു അൺനെസസറി ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ഒരു കാലഘട്ടം ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു വിഭാഗക്കാരുമാണ് ഈ പറയുന്ന താമസിക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ എന്നറിയപ്പെടുന്നത്. അവരുടെയൊക്കെ വലിയ ഒരു ഇൻവെൻഷൻസ് നടന്ന സ്ഥലവും കൂടെയാണ് ഈ പറയുന്ന പർട്ടിക്കുലർ റീജിയൻ ആയിട്ടുള്ള സാവന്ന റീജിയൻസ്. അത് നമ്മൾ ഈ ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം പാസ്റ്ററൽ ലൈഫാണ്, സാധാരണ ജനങ്ങളാണ്. ഇവിടുന്ന് അടിമകളെയൊക്കെ കൊണ്ട് അവർ ഖനികളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് പണിയെടുപ്പിച്ചതിൻ്റെയൊക്കെ ചരിത്രം നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പോപ്പുലേഷൻ ഡെൻസിറ്റി ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് കേട്ടോ. ഇവിടെയൊക്കെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് ജനറലി ലോ കണ്ടോ. സാവന്ന റീജിയൻസ്. ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് മസായ് എന്നറിയപ്പെടുന്ന ഒരു ഇൻഡിജിനിയസ് ട്രൈബ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും കണ്ടോ. ഒരു വ്യത്യസ്ത ഡ്രസ്സായാലും കൾച്ചറൽ പാറ്റേൺ ഫോളോ അപ്പ് ചെയ്യുന്നവരാണ് ഈ മസായ് റീജിയൻസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ഇവരുടെ മറ്റു റീജിയൻസുകളെ അപേക്ഷിച്ച് ഇവരുടെ കൾച്ചർ, ഇവരുടെ സംസ്കാരം എന്നറിയപ്പെടുന്നതായാലും ഡ്രസ്സിങ് സിസ്റ്റം ആയാലും ഇവരുടെ ആഹാര രീതി ആയാലും ഇവരുപയോഗിക്കുന്ന ഓർണമെൻറ്റ്സുകളായാലും ഇവരുടേതായിട്ടുള്ളൊരു മാരേജ് സിസ്റ്റം ആയാലും വളരെ ഡിഫറെൻ്റ് ആണ്. അതായത് ഇവിടെ വീടുകൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ രീതിയിലാണ് ഇവരുടെ ലൈഫ് സ്റ്റൈൽ. വളരെ പൂറായിട്ടുള്ള, വളരെ ഒരു ബാക്ക്വേർഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇവർക്കത് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഡെഫിനറ്റ്ലി നമ്മളെപ്പോലെ തന്നെ ആയിരിക്കും. കുറേ കാര്യങ്ങൾക്ക് ഇവർക്ക് എന്തുകൊണ്ടായിരിക്കും ഹാപ്പിനെസ്. ഒരുപക്ഷെ നമ്മളെക്കാളും ഒരുപാട് ഹാപ്പിനെസ് ഉള്ളവരായിരിക്കും. ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളല്ലേ, അപ്പോൾ അത്രയും ഒരു കൂട്ടായ്മ ഇവർക്ക് കാണും.
ആൻഡ് ദെൻ ഈസ് കോട്ടൺ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ദ 7 ഏരിയാസ് ഈസ് ഫോർമർ യൂറോപ്യൻ കോളനീസ്. ഞാൻ പറഞ്ഞില്ലേ, പാസ്റ്ററൽ ലൈഫും ആഫ്രിക്കയിലെ തന്നെ ഇൻഡിജിനിയസ് ട്രൈബൽസ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ യൂറോപ്യൻസിൻ്റെ ഒരു ഇൻവെൻഷൻസ് വളരെ വളരെ കൂടുതലുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. കോഫി കൾട്ടിവേഷൻസ് ആർ ദ മെയിൻ എക്സാമ്പിൾ. ഇതെവിടെ പഠിക്കുക? കോഫി കൾട്ടിവേഷൻസ്. സുഡാൻ പോലുള്ള റീജിയൻസ്, നിങ്ങൾക്കറിയാം സുഡക്ടൻ ലാൻഡ് ആൻഡ് സുഡാൻ റീജിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരുപാട് ദാരിദ്ര്യവും അതുപോലെ തന്നെയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മേഖല, അതുപോലെ സോഷ്യൽ സിസ്റ്റങ്ങളൊക്കെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. സുഡക്ടൻ ലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ. എല്ലാ സ്ഥലങ്ങളും ഇവിടെ ട്രൈബൽസുകളല്ല ഉള്ളത്, എങ്കിലും ഒരു കൾച്ചറൽ പാറ്റേൺസ് ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇവിടെ കോട്ടൺ കൾട്ടിവേഷൻ കാണും. കോട്ടൺ കൾട്ടിവേഷൻ പൂർണ്ണമായിട്ട് ഇവിടെ എന്താണ്? കോട്ടൺ കൾട്ടിവേഷൻ പാസ്റ്ററൽ ലൈഫ് അല്ലേ, ഇടയ പരിപാലനം ആയതുകൊണ്ട് തന്നെ കോട്ടൺ കൾട്ടിവേഷൻസിൻ്റെ സാന്നിധ്യവും ഇവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗ്രാസ് ലാൻഡുകളും വെയിറ്റ് കുറഞ്ഞ, അതായത് ഹൈറ്റും കുറഞ്ഞ ട്രീകളും ഇവിടെ നിങ്ങൾക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജീവിത രീതി ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സാവന്ന ക്ലൈമറ്റ് റീജൻസ്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിതിൻ്റെ പോയിന്റ് ബേസ് നോട്ടിലോട്ടൊന്ന് പോകാം. സാവന്ന ക്ലൈമറ്റ് റീജൻസ്, ഇതിൻ്റെ ലൊക്കേഷൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിച്ചു കാണും. 10 ഡിഗ്രി ആൻഡ് ദ 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ബോത്ത് ഹെമിസ്ഫിയർ. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. സോ യു ക്യാൻ ഈസി ടു അപ്പിയർ ഇൻ യുവർ എക്സാമിനേഷൻ. നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കണ്ട. ഇന്ത്യൻ റീജിയണൽ നെയിം എന്നറിയപ്പെടുന്ന സാവന്ന, ക്യാമ്പോസ് എന്നറിയപ്പെടുന്ന സൗത്ത് ബ്രസീൽ, ലിയനോസ് എന്നറിയപ്പെടുന്ന എന്താണ്? ലിയനോസ് എന്നറിയപ്പെടുന്ന വെനസോല. വെനസോലയൊക്കെ നിങ്ങൾ പത്രമാധ്യമങ്ങളിലോ കൂടെ കേൾക്കുന്ന ഒരു സ്ഥലമാണ്. പല നാച്ചുറൽ റിസോഴ്സസുകളും വളരെയധികമുള്ള ഒരു സ്ഥലമാണ് ഈ വെനസോല എന്നറിയപ്പെടുന്നത്. നമുക്കിപ്പോൾ പെട്രോൾ ആവട്ടെ, മറ്റു തരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സസുകളാവട്ടെ, എല്ലാം വളരെ കൂടുതൽ ലഭിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വെജിറ്റേഷൻസ് ഉള്ള പ്ലേസുമാണ്. പിന്നെ ഇവിടുത്തെ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് സമ്മറാണ്, കൂൾ ആൻഡ് ഡ്രൈ വിൻ്ററാണ് ഇവിടെ ഉണ്ടാകുന്നതെന്ന് അറിയപ്പെടുന്നത്. നമ്മൾ അതും പഠിച്ചതാണ്. ആവറേജ് ടെമ്പറേച്ചർ 21 ഡിഗ്രി സെൽഷ്യസ് ടു 32 ഡിഗ്രി സെൽഷ്യസ്. ആനുവൽ റെയിൻഫാൾ 25 to 125. അതുപോലെ തന്നെ ഇവിടുത്തെ ഫ്യൂന മീൻസ് ഇവിടുത്തെ ജിയോഗ്രഫി നോക്കുകയാണെങ്കിൽ 2 തരത്തിലുള്ള വൈൽഡ് ലൈഫുകളും ഉണ്ട്, സസ്യഫുക്കളും ഉണ്ട്. അതുപോലെ തന്നെ കാർണിവേഴ്സുകൾ എന്നറിയപ്പെടുന്ന 2 തരത്തിലുള്ള ഹെർബിവേഴ്സുകളായാലും കാർണിവേഴ്സ്, മാംസഫുക്കുകളുണ്ട്, സസ്യഫുക്കുകളുണ്ട്. അവിടെ ഗ്രാസ് ലാൻഡുകളല്ലേ, അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലായിട്ടും കാണാം. ഇപ്പോൾ ജീവിത രീതി ഇവിടെ പറഞ്ഞു. പാസ്റ്ററൽ ലൈഫാണ്, ക്യാഷ് ക്രോപ്സുകൾ, കോട്ടൺ സുഡാൻ, അതുപോലെ തന്നെ കോട്ടൺ ഇൻ സുഡാൻ, കോഫി ഇൻ ബ്രസീൽ. കോഫിയാണ് ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റഡ് ചെയ്യുന്ന ബ്രസീലിലാണ്. കോട്ടൺ സുഡൻ ലാൻഡ് പോലുള്ള സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? കൾട്ടിവേറ്റഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നിങ്ങൾ മെൻഷൻ ചെയ്ത് പഠിക്കുക. രണ്ടാമത്തെ റീജൻസിലോട്ട് പോകുമ്പോൾ അടുത്ത് വരുന്നതാണ് ഹോട്ട് ക്ലൈമറ്റ് റീജൻസ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഹോട്ട് ക്ലൈമറ്റ് റീജൻസ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിൻ്റെയൊക്കെ ഏകദേശം അടുത്ത സ്ഥലങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. സൂര്യപ്രകാശമൊക്കെ ഏറ്റവും ഇൻറ്റൻസീവായിട്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന പ്ലേസുകളാണ് ഈ ഹോട്ട് ക്ലൈമറ്റ് റീജൻസ്. ഇതെപ്പോഴും കാണപ്പെടുന്നത് ഒരു വെസ്റ്റേൺ പാർട്ടിലായിരിക്കും. വെസ്റ്റേൺ പാർട്ട് എന്ന് പറയുമ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഈ ഭൂമിയുടെ ഡയറക്ഷൻസ് മീൻസ് റൊട്ടേഷൻസിനനുസരിച്ച് നമ്മുടെ വിൻഡിന് ഒരു സർക്കുലേഷൻസ് ഉണ്ടാവും. ആ വിൻഡ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നു? കിഴക്ക് നിന്ന് ഇങ്ങനെ പടിഞ്ഞാറോട്ടായിരിക്കും ഏറ്റവും കൂടുതൽ വീശുന്നത്. അതുകൊണ്ട് തന്നെ ഇതേ കണക്കിലുള്ള ഡെസേർട്ട് റീജൻസ് ഒക്കെ കാണപ്പെടുന്നത് ഈ പടിഞ്ഞാറ് ഭാഗത്താണ്. കണ്ടോ, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ ആയാലും കാൽഹാരി ആയാലും അതുപോലെ നബിയയുടെ ആയാലും അതുപോലെ സഹാറ ഡെസേർട്ട് ആയാലും അറ്റാക്കാമ ആയാലും നോർത്ത് അമേരിക്കയിലെ എല്ലാ ഭാഗങ്ങളിലും ഇതെല്ലാം വെസ്റ്റേൺ പാർട്ട് ഡെസേർട്ടുകളാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. ലോകത്തിലെ എല്ലാ ഡെസേർട്ടുകളും അത് ലൊക്കേറ്റഡ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഇറ്റ്സ് വെസ്റ്റേൺ പാർട്ടിൽ ആണ്. ഓക്കെ, ദ ലൊക്കേറ്റഡ് അറ്റ് ദ സെയിം ലാറ്റിറ്റ്യൂഡ് ഹോട്ട് ഡെസേർട്ട് റീജിയൻ ഇസ് വെരി ലിറ്റിൽ റെയിൻഫാൾ. ഏറ്റവും കൂടുതൽ ഇത് സ്ഥിതി ചെയ്യുന്ന റീജിയൻസ്, നമുക്ക് ആദ്യം അതിൻ്റെ ലൊക്കേഷൻസ് നോക്കേണ്ടതുണ്ട്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 23.5 ഡിഗ്രിക്ക് തൊട്ട് മുകളിലാണ് ഈ ലൊക്കേഷൻസ് വരുന്നത്. ഈ ഭാഗങ്ങളിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? ഏകദേശം നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ 60 ഡിഗ്രിക്കും താഴെയായിട്ട് 60 ഡിഗ്രി താഴെ നോർത്തേൺ ഹെമിസ്ഫിയറിനും 16 ഡിഗ്രി സൗത്തിനും ഇടയിലാണ് ഏത് വരുന്നത്? ഈ പറയുന്ന ഹോട്ട് ഡെസേർട്ട് റീജിയൻസ് വരുന്നത്. ഇപ്പോൾ സെൻട്രൽ പാർട്ടിൽ നിന്ന് 60 ഡിഗ്രിക്ക് താഴെ വരുന്നത് കൊണ്ട് തന്നെ ഒരു 55 ഡിഗ്രിക്ക് മുകളിലായിരിക്കാം എന്ത് വരുന്നത്? നമ്മുടെ ഹോട്ട് ഡെസേർട്ട് സതേൺ ആൻഡ് നോർത്തേൺ പാർട്ടിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരുകൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. നമ്മുടെ നാംബിയ, കൽഹാരി, സഹാറ, അറേബ്യൻ ഡെസേർട്ട്. പിന്നെ ഇതൊക്കെ ഡെസേർട്ട് റീജൻസ് നോക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ സഹാറ ഡെസേർട്ട്, താർ ഡെസേർട്ട് നമ്മളെ ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്ന താർ ഡെസേർട്ട്, അതുപോലെ തന്നെ സഹാറ ഡെസേർട്ട്, ഓസ്ട്രേലിയയുടെ ഭാഗമായിരിക്കുന്ന ഡെസേർട്ട്. അപ്പോൾ ഇതൊക്കെ ഹോട്ട് ഡെസേർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അതിനെക്കുറിച്ച് ചോദിക്കാം. ഞാൻ ഒരുപാട് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതിനൊന്നും ക്വസ്റ്റ്യൻസ് വരില്ല, പക്ഷേ 1-2 പേരുകൾ ചോദിച്ചെന്ന് വരാം, അല്ലാതെ ഇതിനെ ഏതൊക്കെ ഭാഗങ്ങളിലാണെന്നും ചോദിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടും വരുന്ന ലൊക്കേഷൻസ് ട്രോപ്പിക്കൽ ഡെസേർട്ട് റീജൻസ് ആണ്.
ഇതെന്നറിയപ്പെടുന്നത് ഒരു ട്രോപ്പിക്കൽ ഡെസേർട്ട് റീജൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്നറിയപ്പെടുന്നത് ആവറേജ് റെയിൻഫോൾ ആയാലും എന്താണ് ടെമ്പറേച്ചർ ആയാലും കമ്പാരിറ്റീവ്ലി രണ്ടിനും രണ്ട് വ്യത്യാസമുണ്ടായിരിക്കും അല്ലേ. നല്ല ട്രോപ്പിക്കൽ റീജിയൻ അല്ലേ, വളരെയധികം ഉഷ്ണമേഖലാ പ്രദേശമാണ്, ഡെസേർട്ട് റീജിയൻ ആണ്. ആനുവൽ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹയസ്റ്റ് റെക്കോർഡ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് അൽ അസിസിയ ഇൻ സഹാറ ഡെസേർട്ട് ഇൻ 58 ഡിഗ്രി സെൽഷ്യസ്. സാധാരണ രീതിയിൽ 58 ഡിഗ്രി എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനുഷ്യരാശിയെ സംബന്ധിച്ച്, നമ്മളൊരു മാൻകൈൻഡ് അല്ലേ, മനുഷ്യവർഗത്തെ സംബന്ധിച്ച് ഇറ്റ്സ് എ ഹ്യൂജ് ടെമ്പറേച്ചർ. നമുക്കൊരിക്കലും അത് നമ്മുടെ മനസ്സിൽ തന്നെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ടെമ്പറേച്ചറാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ മേ ബി 45 അല്ലെങ്കിൽ 48 വരെയൊക്കെ എനിക്ക് തോന്നുന്നു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. 45 ഇപ്പോൾ ഡൽഹിയിലേക്ക് ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ. പക്ഷെ 58 ഡിഗ്രിയൊക്കെ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെയധികം ഹൈ ആണ്. അപ്പോൾ ഹൈ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറാണ് ഇവിടെ. അപ്പോൾ ഡയനൽ റേഞ്ചർ എന്നറിയപ്പെടുന്നത് രാവിലെ സമയത്തും രാത്രി സമയത്തുമുള്ള ടെമ്പറേച്ചറിൻ്റെ വേരിയേഷനാണ്. പക്ഷേ രാവിലെ സമയം നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത് വളരെയധികം കൂടുതലാണ്. ആനുവൽ റെയിൻഫാൾ ഈസ് ഡെസേർട്ട് ഏരിയസ് ജനറലി ലെസ് ദാൻ 25. വളരെ വളരെ കുറഞ്ഞ ഒരു ടെമ്പറേച്ചർ പോലെ തന്നെ ടെമ്പറേച്ചർ കൂടുതലാണ്, ആനുവൽ റെയിൻഫാൾ വളരെയധികം എന്തായിരിക്കും, കുറവാണ്. ഓക്കെ. പിന്നെ ഇവിടുത്തെ പ്രധാനമായിട്ടും സെവറൽ ഇയേഴ്സ്, വളരെ വർഷങ്ങൾ കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഈ റെയിൻഫാളിൻ്റെ കുറവുള്ളത് കൊണ്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട് 25 സെൻറ്റിമീറ്റർ മേ നോട്ട് റെയിൻ ഫോർ സെവറൽ ഇയേഴ്സ്. വർഷങ്ങളോളമായിട്ട്, ഏകദേശം എനിക്ക് തോന്നുന്നു 100 വർഷമോ അതിനപ്പുറമോ ആയിട്ട് മഴ പെയ്യാത്ത സ്ഥലങ്ങൾ ഇപ്പോഴും ആ സ്ഥലങ്ങളിൽ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ട്രോപ്പിക്കൽ റീജിയൻ ഹോട്ട് ഡെസേർട്ട് ലൊക്കേറ്റഡ് മോസ്റ്റ്ലി വെസ്റ്റേൺ മാർജിനൽ കോണ്ടിനെൻറ്റ്. എപ്പോഴും എല്ലാ വെസ്റ്റേൺ മാർജിനൽ കോണ്ടിനെൻറ്റിൻ്റെയും ഒരു വെസ്റ്റ് പാർട്ടിലായിരിക്കാം കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും, ഇവിടെ കൂടുതലായിട്ട് സഞ്ചരിക്കുന്ന വിൻഡുകൾ എന്നറിയപ്പെടുന്നത്, നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുള്ളൊരു വിൻഡാണ്, അതാണ് ട്രേഡ് വിൻഡുകൾ എന്നറിയപ്പെടുന്നത്. നിങ്ങൾ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഈ ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് വെസ്റ്റ് പാർട്ടിലോട്ടും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു നമ്മുടെ ഭൂമിയുടെ കറക്കമായാലും അതുപോലെ തന്നെ ഇവിടെ വീശുന്ന കാറ്റുകൾ അല്ലേ, ഇവിടെ വീശുന്ന കാറ്റുകളിൽ ഏറ്റവും പ്രധാനം വെസ്റ്റ് പാർട്ടിലോട്ടല്ലേടാ നമ്മൾ നേരത്തെ പഠിച്ചത്, ഓർമ്മയുണ്ടോ അല്ലേ? ട്രേഡ് വിൻസുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കൊറിയലിസ് എഫക്റ്റ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം വീശുന്നത് അതിൻ്റെ ഈ ഭാഗത്തോട്ടായിരിക്കും വീശുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രദേശങ്ങളുടെ പ്രത്യേകത വെസ്റ്റ് പാർട്ടിലോട്ട് കാറ്റുകളുടെ സാന്നിധ്യം കൂടുതലായതുകൊണ്ട് തന്നെ, അതായത് ട്രേഡ് വിൻസുകൾ കൂടുതലായതുകൊണ്ട് തന്നെ വാണിജ്യവാതകങ്ങൾ ഈ മണ്ണിനെ ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തേക്ക് അടിച്ചങ്ങ് കൊണ്ടുപോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മരുഭൂമികൾ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട ഒരു റീസൺ ആണല്ലോ ഏതെന്നറിയപ്പെടുന്നത് ഈ കാറ്റുകൾ. അപ്പോൾ ആ കാറ്റുകൾക്ക് പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ ട്രേഡ് വിൻസുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ട്രേഡ് വിൻസുകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്നറിയപ്പെടുന്നത്, ആൻഡ് ദിസ് ഇസ് എ കോണ്ടിനെൻ്റ് റീച്ച് ഇൻ ദ വെസ്റ്റേൺ മാർജിൻ. ഇത് വെസ്റ്റേൺ മാർജിനിലേക്ക് കോണ്ടിനെൻ്റൽ റീച്ച് നടത്തുന്നു. ആൻഡ് ദെയർഫോർ ഈസ് എ വെസ്റ്റേൺ മാർജിൻ കോണ്ടിനെൻ്റ് ഇൻ ദ ഡ്രൈ ത്രൂ ഔട്ട് ദ ഇയർ. അപ്പോൾ വെസ്റ്റേൺ മാർജിനോട്ട് കാറ്റുകൾ വീശുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ഡ്രൈ വിൻഡ് ആയിരിക്കാം കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ മഴയുടെ സാന്നിധ്യം ഇല്ലല്ലോ. അപ്പോൾ മഴയുടെ സാന്നിധ്യം ഇല്ല എങ്കിൽ അവിടെ എന്ത് തന്നെയാണ്, ഒരു ഡ്രൈ വിൻഡ് ആയിരിക്കാം അവിടെ അല്ലെങ്കിൽ ഒരു ഡ്രൈ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കാം അവിടെ ഉണ്ടാകുന്നത്, അന്തരീക്ഷമായിരിക്കാം അവിടെ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ആൻഡ് ദിസ് ഇസ് ദ മെയിൻ റീസൺ ഫോർ ഫോർമേഷൻ ഓഫ് ഡെസേർട്ട് ഇൻ ദ വെസ്റ്റേൺ മാർജിൻ ഓഫ് കോണ്ടിനെൻറ്റ്. ഇപ്പോൾ ട്രേഡ് വിൻസുകളുടെ ബ്ലോയിങ് ആ പ്ലേസിലോട്ടുള്ളത് കൊണ്ട് തന്നെ, വെസ്റ്റേൺ മാർജിനിലോട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്ഥലം എന്നറിയപ്പെടുന്നത് എന്തായിരിക്കാം, കൂടുതലും ഈ വെസ്റ്റ് പാർട്ടാണ് കൂടുതലായിട്ട് നമുക്ക് ഒരു ഡെസേർട്ട് റീജിയനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ബൈഹാർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു. ട്രോപ്പിക്കൽ ഡെസേർട്ട് റീജിയൻ ഹോട്ടസ്റ്റ് റീജിയനാണ്. 58 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ ഹൈ ടെമ്പറേച്ചർ. അതുപോലെ തന്നെയാണ് ഇവിടെ വെസ്റ്റ് പാർട്ടിലാണ് നമുക്ക് കൂടുതലായിട്ട് ഈ പറയുന്ന ഡെസേർട്ട് റീജിയൻസ് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഒരു പ്ലാന്റ്സുകൾ കാണുമല്ലോ. അപ്പോൾ വളരെ കുറഞ്ഞ റെയിൻഫാൾ ആയതുകൊണ്ട് തന്നെ കാക്ടസുകളും ഷ്രബ്സുകളും അതുപോലെ പ്ലംസ് അല്ലേ, അത് മോസ്റ്റ്ലി ഫൗണ്ടഡ് ഹിയർ. അപ്പോൾ ഒയാസിസുകൾ പോലുള്ള പ്ലേസസുകളും ഇവിടെ വാട്ടർ സോഴ്സുകളും ഇവിടെ കാണപ്പെടുന്നു. കെട്ടിക്കിടക്കുന്ന വെള്ളം അല്ലേ, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കെട്ടിക്കിടക്കുന്ന ഒയാസിസ് പോലുള്ള വാട്ടർ സോഴ്സുകൾ നമുക്കിവിടെ ചെറുതായിട്ട് കാണാനായിട്ട് പറ്റും. എങ്കിൽ പോലും അവിടെ വാട്ടർ കണ്ടൻസ് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള കാക്ടസുകളും ഷ്രബ്സുകൾ പോലെയുള്ള പ്ലംസുകൾ പോലെയുള്ള ചെറിയ മരങ്ങളോ അല്ലെങ്കിൽ ചെറിയ ഇതുപോലുള്ള ഈ സമ്മർ സീസൺ ഉള്ള സ്ഥലങ്ങൾ, ട്രോപ്പിക്കൽ റീജിയൻസിൽ വളരുന്ന ചെടികൾ കാണപ്പെടുന്ന സ്ഥലമാണ് ഈ പറയുന്ന ഏതെന്നറിയപ്പെടുന്നത് ഹോട്ട് ഡെസേർട്ട് റീജിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ ഇവിടുത്തെ ട്രൈബൽ നമുക്ക് ഒരുപാട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, നിങ്ങൾ അതിൻ്റെ പോയിന്റ് പഠിച്ചാൽ മതി.
ഇവിടുത്തെ ട്രൈബൽസ് എന്നറിയപ്പെടുന്ന കോഴ്സ് ഇവിടുത്തെ നമ്മൾ രാജസ്ഥാൻ എടുത്താലും ആഫ്രിക്കയിലൊക്കെ ട്രൈബൽ റീജൻസ് വളരെ കൂടുതലാണ് ഈ എന്താണ് ഈ ഹോട്ട് ഡെസേർട്ടിൻ്റെ അടുത്ത്. അവിടെ കാണപ്പെടുന്നതാണ് ബുഷ്മൻ എന്നറിയപ്പെടുന്ന ബുഷ്മൻ കലാഹരി ഡെസേർട്ട് പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ്. ഇൻഡിജിനിയസ് ട്രൈബൽ കമ്മ്യൂണിറ്റി കൂടുതലുള്ള ഒരു സ്ഥലവും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കലഹാരി ഡെസേർട്ട് റീജൻസിൽ ബുഷ്മൻ എന്നറിയപ്പെടുന്ന വിഭാഗം കാണപ്പെടുന്നു. കോഴ്സ് ഇവിടെ എന്ത് തന്നെയായിരിക്കാം, ആനിമൽ ഹസ്ബൻഡറി കൂടുതലായിരിക്കാം. അതുപോലെ തന്നെ ഒരു അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു നമ്മൾ വിചാരിക്കുന്ന പോലെ നെല്ലോ അങ്ങനത്തെ ഉള്ളതൊന്നുമല്ല. അവിടുത്തെ അഗ്രികൾച്ചർ ഹോട്ട് ക്ലൈമറ്റ് റീജൻസ് ആയതുകൊണ്ട് തന്നെ ഒരു ഡ്രൈ ഫാമിംഗ് പോലുള്ള നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള സെവനർ റീജൻസ് പോലെ ഒരു ഡ്രൈ ഫാമിംഗ് സിസ്റ്റവും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ മൈനിങ്സ് വളരെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ റിസോഴ്സസുകൾ വളരെ കൂടുതലുള്ള സ്ഥലമാണ്. ഇറ്റ്സ് പ്ലെൻറ്റി ഓഫ് റിസോഴ്സസ് ഇൻ മൈനിങ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് മൈനിങ് ഇൻ ഓസ്ട്രേലിയ കണ്ടോ, എക്കണോമിക്കലി നല്ലൊരു പ്ലേസ് ആണ്. പക്ഷേ നമ്മൾ ആഫ്രിക്കയെക്കുറിച്ച് പണ്ടൊരു ചരിത്രമൊക്കെ ഞാൻ വായിച്ച സമയത്ത് ഈ ആഫ്രിക്കയിൽ കൂടുതലായിട്ട് മൈനിങ് സിസ്റ്റമൊക്കെ നമ്മൾ ആക്റ്റീവ് ആക്കുന്നില്ല. പക്ഷെ അവിടെ വളരെയധികം റിസോഴ്സസുകൾ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ സർക്കാരുകൾ അതിനെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ നമുക്കത് നോക്കണ്ട. ആൻഡ് ദിസ് ഇസ് പിന്നെ ഇവിടുത്തെ മറ്റൊരു ഡെസേർട്ട് റീജൻസ് ആണ് കോപ്പർ ഇൻ അറ്റാക്കാമ ഡെസേർട്ട്, അല്ലേ? അറ്റാക്കാമ ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് കോപ്പറിൻ്റെയൊക്കെ സാന്നിധ്യങ്ങൾ വളരെയധികം കാണപ്പെടുന്നതാണ്. പക്ഷെ നമ്മുടെ അറേബ്യൻ നാടുകളിലൊക്കെ ഇവർ ഏറ്റവും കൂടുതൽ ഒരു വെൽത്തി ഇത്രയും എക്കണോമിക്കൽ റിസോഴ്സസ് ഉണ്ടാക്കുന്നതിന് കാരണം അവർ കുഴിച്ചെടുത്ത ഈ റിസോഴ്സസുകളാണ്. ഇപ്പോൾ പെട്രോൾ ആവട്ടെ, മറ്റു തരത്തിലുള്ള ധാതു വിഭവങ്ങളാവട്ടെ, ഇറ്റ്സ് ടു മച്ച് ഓഫ് ദെയർ മൈനിങ് ദാറ്റ് പെർട്ടിക്കുലർ പ്ലേസസ്. സൗദി അറേബ്യ അങ്ങനെയും, സൗദി അറേബ്യ മാത്രമല്ല അറേബ്യൻ നമ്മുടെ മിഡിൽ ഈസ്റ്റ് നാഷൻസുകളൊക്കെ വളരെ ഒരു എക്കണോമിക്കൽ സഫീഷ്യൻ്റ് ആയതിന് മാറിയതിന് പ്രധാനപ്പെട്ട റീസൺ അവരുടെ റിസോഴ്സസുകൾ അവർ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്. അതിപ്പോൾ അമിതമാകുന്നില്ല എന്നൊക്കെയാണ് അറിയുന്നത്, പക്ഷേ എങ്കിൽ പോലും റിസോഴ്സസ് വളരെയധികം അവിടെ കാണപ്പെടുന്നുണ്ട്. ആൻഡ് പെട്രോളിയം ഡെപ്പോസിഷൻ സ്റ്റാർട്ടിങ് ദ ഓയിൽ മൈനിങ് ദ സഹാറ അറേബ്യൻ ഡെസേർട്ട് ഹാവ് ചേഞ്ച് ഇൻ ദ വെരി ഫേസ് ടു ദീസ് റീജൻസ്, അല്ലേ? പെട്രോളിയത്തിൻ്റെ ഡെപ്പോസിഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓയിൽ മൈനിങ് സഹാറ അറേബ്യൻ ഡെസേർട്ടിലൊക്കെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് തന്നെയാണ് മൈനിങ്സുകളും ഇതൊക്കെ നമുക്കിവിടെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇവിടുത്തെ നാച്ചുറൽ റിസോഴ്സസുകൾ ഭൂമിക്കടിയിലുള്ള റിസോഴ്സസുകൾ ഇപ്പോൾ പുറത്തേനേക്കാളും കൂടുതലും ഭൂമിയുടെ അടിയിൽ, അല്ലേ? നമ്മൾ ചില സ്ഥലങ്ങളിൽ ഭൂമിക്ക് ഉപരിതലത്തിലായിരിക്കാം, ചിലത് ഭൂമിക്ക് അടിയിലായിരിക്കാം. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് PPT ഒന്ന് നോക്കാം. ക്ലൈമറ്റ് റീജൻസ് എന്നറിയപ്പെടുന്നത് ഹോട്ട് ഡെസേർട്ട് ലൊക്കേഷനും അതിൻ്റെ ലൊക്കേഷൻ പറയുന്നുണ്ട്, കോസസ് പറയുന്നുണ്ട്, ടെമ്പറേച്ചർ, റെയിൻഫോൾ, അതിൻ്റെ അഡാപ്റ്റേഷൻസ് പ്ലാന്റ് ലൈക്ക് ദ കാക്ടസ്, ഷ്രബ്സ് ആൻഡ് പ്ലം. ഹ്യൂമൻ ലൈഫ് എന്നറിയപ്പെടുന്നത് ട്രൈബ്സ് ലൈക്ക് ബുഷ്മൻ, അതുപോലെ തന്നെ ഹാർഷ് കണ്ടീഷൻസ് ആയിട്ടുള്ള ഒരു വിഭാഗക്കാർ. എക്കോണമി എന്നറിയപ്പെടുന്ന ഡിപ്പെൻഡ് അനിമൽ ഹസ്ബൻഡറി. ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനം. അപ്പോൾ ഇതെന്താ, നിങ്ങൾ ആ ഹോട്ട് ഡെസേർട്ട് ഒന്ന് നോക്കിക്കേ. അവിടെ ഒരു നമ്മൾ നേരത്തെ പഠിച്ച ത്രോൺസുകൾ പോലെ അല്ലെങ്കിൽ മുൾച്ചെടികൾ പോലെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെസേർട്ട് പ്ലാന്റ് കാക്ടസ്, ഷ്രബ്സ് ആൻഡ് പ്ലംസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ട്രൈബൽസ് ലൈക്ക് ബുഷ്മൻ അഡാപ്റ്റ് ദ ഹാർ കണ്ടീഷൻസ്. കണ്ടോ നിങ്ങൾ, ബുഷ്മൻ എന്നറിയപ്പെടുന്ന വിഭാഗം. അനിമൽ ഹസ്ബൻഡറി ഇൻ ഇമ്പോർട്ടൻ്റ് ഓഫ് എക്കണോമിക്കൽ ആക്ടിവിറ്റി ആൻഡ് ഓഫ് കോഴ്സ് എക്സ്ട്രാക്ഷൻ ഓഫ് വാല്യുബിൾ മിനറൽസ് ലൈക്ക് ഗോൾഡ് ആൻഡ് പെട്രോളിയം. ഇതൊക്കെയാണ് അവിടുത്തെ മിനറൽസുകൾ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 4 പ്രധാനപ്പെട്ട ക്ലൈമറ്റ് റീജൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത് നിങ്ങൾ പകുതിയായിട്ടെങ്കിലും കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ ഏകദേശം 25-28 മിനിറ്റോളമായി. ഓക്കെ, അപ്പോൾ ഇത് കാണാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.